നിങ്ങൾ ഓരോരുത്തരും ഇത് മേടിച്ച് മട്ടണൊക്കെ മേടിച്ച് കറി വെക്കുമ്പോൾ ഇതേ രീതി ചെയ്ത് നോക്ക്. അടിപൊളി കറിയാണ്. ഒന്നും പറയാനില്ല. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി ദിവസമായി ഒരാഗ്രഹം ഇച്ചിരി മട്ടൻ കറി വെക്കണമെന്ന്. നമ്മുടെ ചാനലിൻ്റെ അകത്ത് മട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഐറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിലൊരു മട്ടൺ സ്റ്റൂ ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. പാലപ്പവും മട്ടൺ സ്റ്റൂ എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷൻ അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ മട്ടൺ എന്ന് പറഞ്ഞത്. അതായത് ഈ ഇറച്ചിയൊക്കെ കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റാണ്. ഈ മട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഐറ്റം ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ അത് ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിൽ തന്നെ നല്ലൊരു മട്ടൺ സ്റ്റൂ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഈ അടുപ്പൊന്ന് കത്തിക്കട്ടെ. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു 1/2 കിലോ ഇറച്ചില്ലേ, അതിന് പറ്റിയ ഒരു കുക്കർ അങ്ങോട്ട് വെക്കുക. ഈ കുക്കർ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 3-4 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, 2 തക്കോലം, ഇതെല്ലാം കൂടെ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് കടിക്കണം, എന്നാലേ അത് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാല ഒന്ന് മൂക്കട്ടെ. ഈ മസാല മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ഇട്ടിരിക്കുന്നത്, അതുപോലെ ഒരു 5-8 വെളുത്തുള്ളി, പച്ചമുളക് ഒരു 3-4 പച്ചമുളക്, അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്, ഇതെല്ലാം കൂടെ നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി, അപ്പോൾ ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവോള, വലിയ 2 സവോള എടുത്തിട്ടുണ്ട്, ഇതേപോലെ ഞാൻ കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഈ കൂട്ടി ഇളക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ മട്ടൺ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഇടാം. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം ആദ്യമേ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പൊടി ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേറെ ഉണ്ട്, ഈ മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് കറിയൊക്കെ അറിയാം. പലരും പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെയ്താലും സംഭവം ടേസ്റ്റി ആയിരിക്കണം എന്നുള്ള അഭിപ്രായമാണ്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഇളക്കി ഒരു പക്ഷേ വെള്ളം കുറവാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ തൊഴിക്കുകയാണ്. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒരു മട്ടൺ വേഗണ്ടേ, വെള്ളം ഒഴിച്ചതിന് ശേഷം മട്ടൺ ഇങ്ങനെ ഒന്ന് മുക്കി ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പം നമ്മൾ ഈ മട്ടണ് ഏകദേശം ഒരു 4-5 പീസിൽ അത്രയെങ്കിലും അടിക്കട്ടെ. പിന്നെ ബീഫിൻ്റെ അത്രയും വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവുന്നത്. അതുകൊണ്ടാണ് ഒരു 4 അല്ല ഒരു 5 പീസിൽ ഒരു 3/4 വേവ്, അതാണ് നമ്മുടെ ഒരു കണക്ക് കേട്ടോ. ആ വേവ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, കുക്കർ അടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു 50 ഗ്രാം അണ്ടിപ്പരിപ്പുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് അല്പം വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് കുതിർന്നതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഇത് വിസിലടിക്കുകയും ചെയ്യും. ഒന്ന് അരച്ചെടുക്കും. നല്ലപോലെ പേസ്റ്റ് ആയിട്ട് വരാം. പിന്നെ ഇതില്ലേ പാലപ്പത്തിൻ്റെ മാവ് അതും എടുത്തോണ്ട് പിന്നല്ല മട്ടക്കറി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ കൂടെ എന്തായാലും കഴിക്കട്ടെ. മട്ടക്കറിക്ക് ഏറ്റവും നല്ലത്, അതും പ്രത്യേകിച്ച് മട്ടൻ സ്റ്റൂ ആകുമ്പോഴത്തേക്ക് പാലപ്പം സ്റ്റൂ കറിയുക അല്ലേ. അപ്പം അരച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് വരട്ടെ. ഇപ്പോൾ പാലപ്പത്തിൻ്റെ മാവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഞാൻ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നു. അവിടെ ഇരിക്കട്ടെ, കാണിച്ച്. അതെ നല്ല പൊളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
പാലപ്പത്തിന് അങ്ങനെയാണ്. ഒളിച്ച് പൊങ്ങണം. ആ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുമ്പ് ഒരെണ്ണം കാണിച്ചതാണ്. ഇതിപ്പം 5 വിസിലായിട്ടുണ്ട്. ഞാനത് നിർത്തുകയാണ്. 5 വിസിലടിച്ചു. മതി. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം കാണിച്ചത്. പച്ചരി കുതിർന്നതിന് ശേഷം ഒരു 1-2 മണിക്കൂർ ഇരുന്നതിന് ശേഷം തലേന്ന് തന്നെ അരച്ചങ്ങോട്ട് വെക്കണം അല്ലേ? തേങ്ങയും ചോറും ഈസ്റ്റും കൂടെ ഒരു നുള്ളു വീതം ഇട്ട്. ഇതിപ്പോൾ എത്ര ഉണ്ടായിരിക്കും? ഒരു അരക്കപ്പ്. ആ അരച്ച് വെച്ചിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കലക്കി വെച്ചിട്ട് ഉണ്ടാക്കി. അത്രേ ഉള്ളൂ സംഭവം അത് കേട്ടോ. അപ്പം ഇത് വിശദമായിട്ട് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇത് കാണിക്കാതിരുന്നത്. ഇത് പിടിക്കട്ടെ. ഈ കുക്കർ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ പ്രഷർ ഒന്ന് പോട്ടെ അല്ലേ? അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മളൊരു 5 വിസിലേ അടിച്ചിട്ടുള്ളൂ. ഒരു 3/4 വേവെങ്കിലും ആകണം. ഇനി നമുക്ക് ഇതൊന്ന് കത്തിക്കുകയാണ്. ആദ്യമേ പാലപ്പം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദ്യം കറി റെഡി ആവുന്നുണ്ട് അല്ലേ? കറി ചൂടോടെ അങ്ങനെ വേണം കഴിക്കാം അല്ലേ? ഇതൊന്ന് ചൂടാകട്ടെ. ഉരുളി ഒന്ന് ചൂടായ ശേഷം ഒരല്പം വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ എണ്ണ ചൂടായതിന് ശേഷം ഒരു വലിയ ക്യാരറ്റും 2 ഉരുളൻകിഴങ്ങും ഇത് രണ്ടും കൂടെ നമ്മൾ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കും. ആ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇട്ടതിന് ശേഷം ചെറിയ 2 തക്കാളി, ആ തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ക്യാരറ്റ് നമ്മൾ ഈ മട്ടൻ്റെ കൂടെ ഇടാൻ ചെന്നെന്ന് വെച്ചാൽ ഇത് വെന്തങ്ങ് പോകും. അപ്പോൾ സ്റ്റൂടാകുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് കിടക്കണം അല്ലേ? വെന്ത് പോകാതെ കഷ്ടമായിട്ട് കിടക്കണം. തക്കാളിയും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മട്ടൻ്റെ പ്രഷറൊക്കെ പോട്ടുന്നുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ. ഒരു 5 വിസിലല്ലേ അടിച്ചിട്ടുള്ളൂ. ഇനി ഈ ഇതിൻ്റെ അകത്തോട്ട് നമ്മളിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ 2-ാം പാലാണ് നമ്മളീ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ആ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് പിച്ചി ഇങ്ങനെ മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ? നല്ല മണവും രുചിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ആ 3/4 വേവാണ് മട്ടൻ്റെ വേവ്. ഇനി ബാക്കി വേവ് നമ്മൾ ഈ ക്യാരറ്റും കിഴക്കും ആ മട്ടനും എല്ലാം ഈ 2-ാം പാലിനകത്ത് കിടന്ന് വെന്ത് റെഡിയാകണം. ഇനി ഒരു 5-6 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. കാര്യം ആ കിഴങ്ങും ക്യാരറ്റും മട്ടനും ഒക്കെ ഒരേപോലെ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് 2 പാലപ്പം ഉണ്ടാക്കിയാലോ? ആ ഇളക്കി നല്ല പരുവത്തിനായി കിടക്കുക അല്ലേ ഷാമിലെ? ആ നല്ല പറഞ്ഞ ഇളക്കി വെക്ക്. ഇതുകൊണ്ടൊന്ന് കത്തിക്കുക. ആ ചീനച്ചട്ടിയൊക്കെ ചൂടാൻ തോന്നുന്നു. എന്നാ ഒഴി. മാ ഒഴി. ചൂടായതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് വേണ്ടല്ലോ. അത് അട്ട അങ്ങോട്ട് കയറി. ഇനി ഇത് അങ്ങോട്ട് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ എനിക്ക് ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം ആയൊക്കെ പിന്നെ എളുപ്പമായി അല്ലേ? മറ്റേ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയും തൂത്ത് ഒക്കെ ചെയ്യണം. ഇപ്പോൾ മട്ടൻ കറി ഇവിടെ റെഡിയാവുന്നു. പാലപ്പം അവിടെ കിടക്കും അല്ലേ? എന്താ പാലപ്പം റെഡിയാ? ആ പറ. നടുവശം വെന്തോ? ആ ഇത് കാണും അല്ലേ? ആ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തോടെ ഒഴിക്കാം. ഇങ്ങനെ ഇങ്ങനെ വാട്ടം അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് വെക്കുക. മൂടി വെക്കുക. ആ അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ മട്ടനൊക്കെ റെഡിയായി കാണും. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, ആ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്നു. ആ രുചി കിട്ടും. ഇനി നമുക്ക് ഒരല്പം മസാലപ്പൊടി, നിങ്ങളുടെ ഗരം മസാലയോ അല്ലെങ്കിൽ ഇതിൽ ചേർക്കുന്ന മസാല ഉണ്ടല്ലോ അത് എന്തെങ്കിലും ഒന്ന്
ശകലം ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. നമ്മളെ മസാല തന്നെ കേട്ടോ, വില്ലേജ് സ്പൈസസിൻ്റെ മസാല തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അല്പം മസാലപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ പാലപ്പം റെഡിയാന്ന് തോന്നുന്നു. ആ അത് ഒഴിഞ്ഞിട്ട് എടുക്കാൻ പാലപ്പം കൊടുക്കട്ടെ. ആ ഇപ്പോഴാണ് ശരിയായതല്ലേ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരല്പം മല്ലിയിലയും കൂടെ ഇടുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തല്ല, അതിൻ്റെ ഒരു പച്ചച്ചുവന്ന് വേണം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ തുറക്കുകയാണ്. അങ്ങനെയുണ്ട് ഞാൻ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നല്ല കട്ട തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ആ 1 പാൽ. ആ കട്ട തേങ്ങാപ്പാലൂടെ ഒഴിച്ചതിന് ശേഷം ഞാനങ്ങ് മൂടി വെച്ചിട്ട് ഇതങ്ങ് നിർത്തുകയാണ്. കാരണം ഇതിന് നല്ല ചൂടല്ലേ. ആ ചൂടത്ത് തന്നെ ഇരുന്ന് ആ തേങ്ങാപ്പാൽ ചൂടായിക്കോളും. ഇപ്പം നമ്മുടെ പാലപ്പം ഒരു 3-4 നമ്മൾ ചുട്ടിട്ടുണ്ട്. ഇനി ബാക്കി പിന്നെ അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് നോക്കട്ടെ എവിടം വരെ ആയിരുന്നു. ഇളക്കി. അപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഉപ്പ്, എരിവ് ഇതൊക്കെ നമ്മുടെ പാകത്തിന് തന്നെ ചേർത്തോണം കേട്ടോ. നല്ല കൊതിപ്പിക്കുന്ന അടിപൊളി കറിയാണ്. കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നും അല്ലേ. അപ്പം നമ്മുടെ മട്ടൻ കറി ഷണ്ട നോക്കിയാണ്. കൂടുതൽ സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. പക്ഷെ ഞാൻ മട്ടൻ കൂട്ടത്തില്ല, പക്ഷെ ചാറ് കൂട്ടും. ചാറ് കൂട്ടും. പക്ഷെ നല്ല നല്ല രുചിയുണ്ട്. എല്ലാം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റൂ ഒന്നും ചേർക്കണ്ട കേട്ടോ സിച്ച. അതെല്ലാം എല്ലാ പാകത്തിലുണ്ടെന്ന് തന്നെ എനിക്കറിയാം. ഇപ്പം എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പം ഇത്തിരി ഉപ്പ് മുന്നോട്ട് വേണ്ടവരുണ്ട്, ഉപ്പ് കുറച്ച് വേണ്ടവരുണ്ട്. അതുപോലെ തന്നെ എരിവ് അല്ലേ. കാരണം ഇതിന് മുളക് പൊടിയൊന്നും ഇടാത്ത കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഒരു എരിവെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ബൗളിൻ്റെ അകത്തോട്ട് ഞാൻ ഈ മട്ടൻ കറി മാറ്റുകയാണ്. അപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂവും പാലപ്പവും ഞാൻ ഈ സ്റ്റൂവിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇത് ഞാൻ കറി വെച്ച്. പിന്നെ വേറെ ആരുണ്ട് സ്റ്റൂവിന് ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരു മഞ്ഞൾപ്പൊടി അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. വെളുത്ത കറിയായിട്ടും ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒഴിവാക്കി കഴിയുമ്പോൾ വെളുത്ത കറിയാവും. ഇനി നമുക്ക് മട്ടൻ കറിയായിട്ട് പാലപ്പം കഴിക്കാൻ പോകും. എന്നാ കഴിക്കാം. കിഴങ്ങ് ക്യാരറ്റും ഒക്കെ അത് പഞ്ഞു പോലെ ഉണ്ട്. കഴിക്കുന്നുണ്ട്. എന്നാ ടേസ്റ്റാ. മട്ടനൊക്കെ നല്ല പൂപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലൊരു മട്ടൻ കറി കൂട്ടി പാലപ്പം കഴിച്ചത് ആളുമാണ്. ഇത്തിരി നാളായി. നല്ല പൊളി സാധനം കേട്ടോ, നല്ല രുചിയുണ്ട്. നമ്മൾ ചെയ്തോണ്ട് പറയല്ലോ, അടിപൊളി സാധനം. നല്ല രുചിയല്ലേ. മട്ടണെന്ന് പറഞ്ഞാൽ എല്ലാം കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചെയ്തോണ്ട് പറയല്ല. ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഇത് മേടിച്ച് മട്ടനൊക്കെ മേടിച്ച് കറി വെക്കുമ്പോൾ ഇതേ രീതി ചെയ്ത് നോക്ക്. അടിപൊളി കറിയാണ്, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി മട്ടൻ കറി. ഈ രീതിയിലല്ലെങ്കിൽ നിങ്ങൾ മട്ടൻ മേടിക്കുമ്പോൾ ഈ രീതി കറി വെച്ച് നോക്കി, അടിപൊളിയായിരിക്കും. നമ്മളാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.